വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് ഇന്ന് ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും റെഡിയാണല്ലോ. നമുക്ക് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ആൻറ്റി ഡെറിവേറ്റീവ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എഴുതുന്ന ഇവിടെ ലിമിറ്റ് തരുന്നതാണ് ഡെഫിനിറ്റ്, നമ്പർ തരാത്തതാണ് ഇൻഡെഫിനിറ്റ്. ഇവിടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നമ്മൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി, ഒരു പ്ലസ് സി എന്നെഴുതും അല്ലേ. കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആഡ് ചെയ്യും. അതെന്തിനാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് 10. ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടും? കോസ് എക്സ് പ്ലസ് 0 കോസ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് sin x minus 8 cos x. ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് നമ്മളിതിൽ ഏത് എഴുതും? സൈൻ എക്സ് എഴുതുമോ, സൈൻ എക്സ് പ്ലസ് 10 എഴുതുമോ, സൈൻ എക്സ് മൈനസ് 8 എഴുതുമോ? ഏത് വേണമെങ്കിലും ആകാം അല്ലേ. അതിനാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കോസ് എക്സ്. നമ്മൾ വേരിയബിൾ എക്സ് ആണെങ്കിൽ ഇവിടെ ഡി എക്സ് എന്ന് എഴുതും. നമ്മൾ എന്തുകൊണ്ട് സൈൻ എക്സ് പ്ലസ് സി കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആഡ് ചെയ്യുന്നു ഇൻഡെഫിനിറ്റിന്. അതേസമയം ഡെഫിനിറ്റിന് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സി ചേർക്കരുത്, പ്ലസ് സി എഴുതരുത്. ഇതിനെ നമ്മൾ തിരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇത് കിട്ടുന്നുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താ? കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റന്റ് 0. Exercise 7.1. Question number 1. Find an antiderivative of or integral of the following function by method of inspection. Method of inspection ചോദിക്കുന്നത് കുറവാണ് എങ്കിലും ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. സൈൻ 2x. സൈൻ 2x കിട്ടണമെങ്കിൽ ഏതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? കോസ് 2xനെ അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് 2x മൈനസ് സൈൻ 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x ചെയിൻ റൂൾ. നമുക്കിവിടെ സൈൻ 2x മാത്രമേ ക്വസ്റ്റ്യനുള്ളൂ. ഈ മൈനസ് 2നെ നമുക്കിവിടെ കൊണ്ടുവരാം. ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് 1/2 കോസ് 2x ദാറ്റ് ഈസ് ഈക്വൽ ടു, therefore integral of an antiderivative of sin 2x is minus 1/2 cos 2x. Antiderivative is sin 2x minus 1/2 cos 2x. Question number 4. Integral 4 e raised to 3x plus 1 dx. 4 അതേപോലെ എഴുതുക. e raised to 3x by 3. ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ e raised to 3x into 3. ഇൻ്റഗ്രൽ ആണെങ്കിൽ by 3. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണ് 1. ഇൻ്റഗ്രൽ 1 എന്താ? എക്സ്. നമ്മളൊരു പ്ലസ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 7. സോറി, ഇത് 6th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ എക്സസൈസ് 7.1 സെയിം ക്വസ്റ്റ്യൻ നമ്പർ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/x സ്ക്വയർ ഡി എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ, ബി ഗെറ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ ഇൻറ്റു ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. എക്സ് റൈസ് ടു 3/3 എക്സ് റൈസ് ടു n പ്ലസ് 1/n+1. ഇവിടെ 1 ഡി എക്സ് ആണെങ്കിൽ എക്സ്, 1 ഡി ടി ആണെങ്കിൽ ടി. ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 12. x raised to 3 plus 3x minus 4 by root x
റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു ഹാഫ്, എക്സ് റൈസ് ടു 3 സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുക. എക്സ് റൈസ് ടു 3 ബൈ എക്സ് റൈസ് ടു ഹാഫ്, 3x ബൈ എക്സ് റൈസ് ടു ഹാഫ് മൈനസ് 4 ബൈ എക്സ് റൈസ് ടു ഹാഫ് dx. a raised to m by a raised to n form x raised to 3 minus 1 by 2. 3 into 2 6, 6 minus 1. 3 into 1 minus 1 by 2 minus 1 by 2. Therefore my x raised to n 5 by 2 plus 1, 7 by 2 by 7 by 2, 1 by 2 plus 1, 3 by 2 by 3 by 2, minus 1 by 2 plus 1, positive 1 by 2 plus c. That is 2 by 7 into x raised to 7 by 2, 3 into 2 by 3, 3 cancel, x raised to 3 by 2 minus 8 x raised to 1 by 2 plus c. 7 by 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 plus 1 by 2 x cube root x എന്ന് എഴുതാം. ഇവിടെ x root x എന്ന് എഴുതാം, ഇവിടെ root x എന്ന് എഴുതാം. ഒന്നുകിൽ ഇങ്ങനെ എഴുതിയാൽ മതി, അല്ല നമുക്ക് root x വേണമെങ്കിൽ കോമൺ എടുത്തിട്ടും വേണമെങ്കിൽ എഴുതാം. Question number 13. X cube minus x square plus x minus 1. First two terms നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഒരു x square കോമൺ എടുക്കാം. Plus 1 into x minus 1 separate divide ചെയ്യും. Integral x square plus 1 dx. X raised to 3 by 3 plus x plus c. Question number 14. So 14 same ആണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. Question number 18. Integral sec x into sec x plus tan x. First exercise 1 mark ഒക്കെ ഉള്ളൂ. അപ്പോൾ ഓരോ എക്സസൈസ് ആയിട്ട് ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ, വി ഗെറ്റ് c square x plus sec x tan x. Integral c squared x എന്താ? tan x plus sec x plus c. Question number 19. Integral c squared x by cos square x. c square x നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by cos square. cos squared x 1 by sin square. ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? 1 by cos squared into sin square x. That is sin square by cos square tan square. tan square x ന് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ഇല്ല അല്ലേ? c square x minus 1. c squared a minus 1 tan square a പഠിച്ചിട്ടുണ്ടല്ലോ. c square x ന്റെ ഇൻ്റഗ്രൽ tan x. Question number 20. 2 minus 3 sin x by cos square x. 2 minus 3 sin x by cos square x. Separate division. 2 by cos square x minus 3 sin x by
cos square x, 2 c square x, 3 sin by cos tan, 1 by cos sec, that is 2 into integral c square tan, 3 sec x plus c. Question number 22. d by dx of f of x is equal to 4x cube minus 3 by x raised to 4. f dash x, അതാണ് d by dx of f of x നമുക്ക് തന്നിട്ടുണ്ട്. 4x cube minus 3 by x raised to 4. That is 4x cube minus 3x raised to minus 4. f of x integral 4 into x raised to 4 by 4 minus 4 plus 1 minus 3 x raised to 4 plus 1 by x cube plus c. ഈ c കാണാനാണ് എന്ത് കണ്ടീഷൻ തന്നിരിക്കുന്നത്? f of 2 is equal to 0. Two raised to 4, 16, 1 by 8 plus c is equal to 0. So c is equal to minus 129 by 8. നമുക്ക് f of x ന് തിരിച്ച് സിക്ക് പകരം നമുക്കത് കൊടുക്കാം. Substituting c is equal to this. Therefore f of x is equal to x raised to 4 plus 1 by x cube minus 129 by 8. Their option A. The method of integration, first integration by substitution, next video. ഒരു എക്സസൈസ് ആയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്.